എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഇടയിൽ ചില ആളുകൾ ഉണ്ടായിരിക്കില്ലേ, എപ്പോഴും അടുക്കി പെറുക്കി വെക്കാൻ ഇഷ്ടമുള്ള ആളുകൾ. എപ്പോഴും വീട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും, കബേർഡ് അടുക്കി പെറുക്കിക്കൊണ്ടിരിക്കും, വസ്ത്രങ്ങൾ മടക്കി വീണ്ടും വീണ്ടും ഒതുക്കി വെച്ചുകൊണ്ടിരിക്കും. എപ്പോഴും ഓർഗനൈസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളില്ലേ, അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇന്ന്. എന്താണ് അവരുടെ സൈക്കോളജി എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഇങ്ങനെ എപ്പോഴും അടുക്കി പെറുക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സെൻസ് ഓഫ് കൺട്രോൾ അനുഭവപ്പെടും. നമ്മളിങ്ങനെ എല്ലാം അടുക്കി പെറുക്കി വെക്കുമ്പോൾ ഒരു നിയന്ത്രണ ബോധം കിട്ടും. കാര്യങ്ങളൊക്കെ നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്നൊരു തോന്നൽ വരും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഭൂരിഭാഗം കാര്യങ്ങളും നമുക്ക് യാതൊരു കൺട്രോളും ഇല്ലാത്ത സംഭവങ്ങളാണ്. ആരെങ്കിലും നമ്മളോട് എങ്ങനെയാണ് പെരുമാറുക എന്നറിയില്ല, നമുക്ക് നാളെ എന്താണ് സംഭവിക്കുക എന്നറിയില്ല, നമ്മുടെ കൂടെയുള്ളവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക എന്നറിയില്ല. അധികം കാര്യങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അപ്പോൾ ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്നത്, എല്ലാത്തിനും ഒരു എക്സാക്റ്റ് സ്പേസ് ഉണ്ടാക്കി വെക്കുന്നത്, ഇന്ന സാധനം ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് അറിയുന്നത് ഒക്കെ നമുക്കൊരു സെൻസ് ഓഫ് കൺട്രോളിന് കാരണമാവാറുണ്ട്. നമുക്കൊരു നിയന്ത്രണ ബോധം കിട്ടുന്നത് പോലെ തോന്നും. അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം തോന്നും. ഒരു കയോസായ ചുറ്റുപാടിൽ ഇരിക്കുന്ന ആളുകളുടെ മനസ്സും അത്രയും പ്രശ്നത്തിലായിരിക്കും എന്നാണ് പറയുക. നമ്മുടെ സ്ട്രെസ് ഹോർമോണൊക്കെ ഇൻക്രീസ് ആകും, കോർട്ടിസോൾ ഹോർമോണിനെയൊക്കെ ഇൻക്രീസ് ആക്കും. നമുക്ക് ഒരു കാര്യം എവിടെയാണ് വെക്കുന്നത് എന്ന് അറിയില്ല. ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവും ഈ അടുക്കി പെറുക്കി വെക്കുന്ന ആളുകൾക്ക്. ഇന്ന സാധനം ഇന്നിടത്ത് ഉണ്ട് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമ്മൾ ആകെ പരിഭ്രമിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആരെങ്കിലുമൊക്കെ പെട്ടെന്ന് വന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണല്ലോ, വീടാകെ അലങ്കോലമായി കിടക്കുകയാണല്ലോ എന്നുള്ളൊക്കെ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ. അപ്പോൾ എപ്പോഴും അടുക്കി പെറുക്കി വെക്കുന്ന ആളുകൾക്ക് ഈ വക ടെൻഷനൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതൊരു സെൻസ് ഓഫ് കൺട്രോൾ തരും, മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. എല്ലാത്തിൻ്റെയും എക്സാക്റ്റ് സ്പേസ് എവിടെയെന്ന് അറിയുമ്പോൾ, അപ്പോൾ ആരെങ്കിലും വന്നിട്ട് ഇന്ന സാധനം വേണമെന്ന് പറയുമ്പോൾ, കാറിൻ്റെ കീ എവിടെയെന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അതെവിടെ വെച്ചെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ടേബിളിൻ്റെ മുകളിലും ഫ്രിഡ്ജിൻ്റെ മുകളിലും എല്ലായിടത്തും തിരയേണ്ട ഒരു ആവശ്യം വരില്ല. നമുക്ക് അത് ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാം, നമ്മളെപ്പോഴും അടുക്കി പെറുക്കി വെക്കുന്ന ആളാണെങ്കിൽ. നമ്മുടെ ചുറ്റുപാടും എന്താണോ അത് തന്നെയാണ് നമ്മുടെ ഉള്ളിലും ഉണ്ടായിരിക്കുക എന്നാണ് പറയുക. അപ്പോൾ പുറത്താകെ അലങ്കോലമായി കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ചിന്തകളും ആകെ അലങ്കോലമായിട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഫിസിക്കൽ ക്ലട്ടർ ക്യാൻ കോസ് മെൻ്റൽ ക്ലട്ടർ എന്നാണ് പറയുക. നമ്മൾ ആകെ ആശയക്കുഴപ്പമായിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക. നമ്മളാകെ അലങ്കോലമായ ഒരു സ്ഥലത്താണ്, മെസ്സിയായ ഒരു സ്പേസിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ അടുക്കി പെറുക്കി ഒതുക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു വീട്ടിലാണ് നമ്മൾ, അങ്ങനെ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ താമസിക്കുന്നതെങ്കിൽ നമുക്ക് ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാൻ അത് സഹായിക്കും എന്നാണ് പറയുന്നത്. നമ്മുടെ ചിന്തകൾക്കൊരു വ്യക്തത ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു സെൻസ് ഓഫ് കൺട്രോൾ കിട്ടും, മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവും, സ്ട്രെസ്സ് കുറയ്ക്കും. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ അടുക്കി പെറുക്കി വെക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഇങ്ങനെയുള്ള ആളുകൾക്ക് മിനിമലിസ്റ്റിക് മൈൻഡ് സെറ്റ് ആയിരിക്കും. കുറച്ചാണ് കൂടുതൽ എന്നുള്ള ചിന്തയുള്ള ആളുകളായിരിക്കും. ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലല്ല സന്തോഷം, അതല്ല റിച്ച്നെസ് എന്നൊക്കെ അറിയുന്ന ആളുകളായിരിക്കും ഇവർ. അനുഭവങ്ങൾക്കും ബന്ധങ്ങൾക്കൊക്കെ ആയിരിക്കും ഇവർ വില നൽകുന്നുണ്ടായിരിക്കുക, കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതിനായിരിക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് നന്നായിട്ടുണ്ടായിരിക്കും. ഡെസിഷൻ മേക്കിംഗ് സ്കില്ല് ഇവർക്ക് നന്നായിട്ടുണ്ടായിരിക്കും. കാരണം ഓരോ തവണ അടുക്കി പെറുക്കി വെക്കുമ്പോഴും നമുക്കറിയാം ഇന്ന സാധനം വെക്കണം, ഇന്ന സാധനം കളയണം, എന്ത് കളയണം, എന്ത് കീപ്പ് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം നമ്മൾ അപ്പം എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മളെ വളരെയധികം സഹായിക്കും. ചിലർ കണ്ടിട്ടില്ലേ, എന്താണ് കളയേണ്ടത് എന്താണ് വെക്കേണ്ടതെന്നൊന്നും അറിയാതെ ഇത് ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും കളയില്ല, എല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും വീട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് നമുക്ക് സ്പേസ് ഉണ്ടായിരിക്കില്ല. വേണ്ടപ്പെട്ട സാധനങ്ങൾ വെക്കാനുള്ള സ്ഥലമാണ് നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ വെച്ചിട്ട് നിറയ്ക്കുന്നത്. അത് നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് സ്കില്ല് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്ത് കളയണം എന്ത് സൂക്ഷിക്കണം എന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ എപ്പോഴും അടുക്കി പെറുക്കി വെക്കുന്ന ആളുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ് നന്നായിട്ടുണ്ടായിരിക്കും. എന്താണ് സൂക്ഷിക്കേണ്ടത് എന്താണ് കളയേണ്ടത് എന്നവർക്ക് വ്യക്തതയുണ്ടായിരിക്കും. ചിലർക്ക് ഇങ്ങനെ അത് എനിക്ക് അന്ന് അങ്ങനെ കിട്ടിയതാണ്, ഇത് ഇന്ന സംഭവം ഉണ്ടായപ്പോഴതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ, ചെറുപ്പം തൊട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ആളുകളില്ലേ, അത് അവർ ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് അങ്ങനെയുള്ള സാധനങ്ങളോട്. അപ്പോൾ ഈ എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. കാരണം ഇല്ലെങ്കിൽ അവർക്കിത് ഈ സാധനങ്ങൾ കളയാൻ കഴിയില്ല, പിന്നെ എല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ ഇവർ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് തിങ്കിങ് ഉള്ള ആളുകളായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്നതിന് പകരം ഇത് ഇന്ന സമയത്ത് ആവശ്യം വരും എന്നുള്ളൊരു വ്യക്തത ഇവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് എടുത്തു വെക്കണം എന്നൊരു
ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന ആളുകളില്ലേ, ഇവരങ്ങനെ ആയിരിക്കില്ല. ഇവർ ഇപ്പം ഇന്ന സാധനങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഇന്ന സന്ദർഭത്തിൽ എനിക്ക് ഈ സാധനം ആവശ്യം വരും എന്നുള്ള വ്യക്തതയോടുകൂടി സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ പുതിയ തുടക്കങ്ങൾ ഇഷ്ടമുള്ള ആളുകളായിരിക്കും ഇവർക്ക്. എപ്പോഴും നമ്മളൊരു പ്രാവശ്യം അടുക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ന്യൂ ബിഗിനിങ് പോലെ ഫീൽ ആവും, ഒരു ഫ്രഷ് സ്റ്റാർട്ട് പോലെ ഫീൽ ആവും. അത് നമ്മുടെ ഡോപ്പമൈനൊക്കെ ഇൻക്രീസ് ചെയ്യും. നമുക്ക് നല്ല ഹോർമോണുകളൊക്കെ ഇൻക്രീസ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാൻ ഇത് കാരണമായി തീരും. ആൻഡ് ഓർഗനൈസ്ഡ് സ്പേസ് ഫീൽസ് ലൈക്ക് ന്യൂ ബിഗിനിങ് എന്നാണ് പറയുക. ഒരു പുതിയ തുടക്കം പോലെയൊക്കെ നമുക്ക് ഫീൽ ആവും. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാനൊക്കെ ഇത് സഹായിക്കും. നല്ല വൃത്തിയുള്ള ഇടങ്ങൾ, അടുക്കി പെറുക്കി വെച്ച സ്ഥലങ്ങൾ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അടുക്കി പെറുക്കി വെക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്താ വല്ല അസുഖമാണോ എന്ന് ചിന്തിക്കുന്നതിന് പകരം മനസ്സിലാക്കുക, സുസ്ഥിരമായ മനസ്സ്, വ്യക്തമായ ചിന്ത, ലളിതമായ ജീവിതം, ഇതിൻ്റെയൊക്കെ സൂചനയാണ് എപ്പോഴും അടുക്കി പെറുക്കി വെക്കാൻ ഇഷ്ടമുള്ള ആളുകളുടെ മനഃശാസ്ത്രം എന്ന് പറയുന്നത്.